യേശു അവസാന തുള്ളി രക്തം വരെയും ചിന്തിത്തന്നു എന്ന് കൺവെൻഷൻ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നു. മെഡിക്കൽ സയൻസ് പറയുന്നു നിങ്ങൾ എത്ര ബ്ലഡ് എംപ്റ്റി ചെയ്ത് കളഞ്ഞാലും സ്റ്റിൽ സം amount ഓഫ് ബ്ലഡ് വിൽ ബി റിമൈനിങ് ഇൻ ദി ചേംബർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ കൺവെൻഷൻ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതാണോ ശരി, മെഡിക്കൽ സയൻസ് പറയുന്നതാണോ ശരി എന്ന് നമുക്ക് ഇന്ന് നോക്കാം. നിന്റെ നീതിക്ക് പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. നിന്റെ വിശുദ്ധിക്ക് പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. നിന്റെ വീണ്ടെടുപ്പിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. നിന്റെ ജയത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ യേശുവിന്റെ രക്തം. യോഹന്നാൻ 19:34. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. എങ്കിലും പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് അവനെ കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, എന്നിട്ടും രക്തത്തിന് ഒഴുക്ക് തീർന്നു പോയിട്ടില്ല. അവസാനത്തുള്ളി രക്തവും പുറത്തേക്ക് ഒഴുക്കി. മെഡിക്കൽ സയൻസ് പറയുന്നു ഒരു മനുഷ്യന്റെ മേൽ മാനസികമായി വേദന കടന്നു വന്നാൽ അവന്റെ ബ്ലഡ് വെസൽസ് ഉടയ്ക്കപ്പെട്ടിട്ട് ആ ബ്ലഡ് വെസൽസ് സ്തോത്രം വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രക്തത്തുള്ളികൾ പുറത്തേക്ക് വരാം. വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രക്തത്തുള്ളികൾ പുറത്തേക്ക് വരാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ കൺവെൻഷനുകളിലൊക്കെ ദേവദാസന്മാർ പ്രസംഗിക്കുന്നത്. കൺവെൻഷൻ പ്രസംഗർ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അവസാന തുള്ളി രക്തം വരെയും ചിന്തിത്തന്നു എന്ന്. ഓക്കെ, അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊക്കെ ഈ കിണർ വറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്ര കിണർ വറ്റിച്ചാലും ശരി, എത്ര അത് തേകി കളഞ്ഞാലും ശരി, സ്റ്റിൽ സം amount ഓഫ് വാട്ടർ വിൽ ബി റിമൈനിങ് ഇൻ ദി വെൽ അല്ലെ. ഒരു കപ്പ് വെള്ളമെങ്കിലും ആ കിണറ്റിന്റെ കൊട്ടക്കുഴിയില് അപ്പോഴും കാണും ഇല്ലേ? അല്ലെ, കിണർ പൂർണ്ണമായിട്ട് നമുക്ക് വറ്റിച്ചെടുത്ത് കളയാൻ പറ്റത്തില്ല. കുറച്ച് വെള്ളം അതിലെപ്പോഴും ഉണ്ടായിരിക്കും. എന്നതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് പറയുന്നു നമ്മൾ എത്ര ബ്ലഡ് എംപ്റ്റി ചെയ്താലും ഹാർട്ടിൽ നിന്ന് സ്റ്റിൽ സം amount ഓഫ് ബ്ലഡ് വിൽ ബി റിമൈനിങ് ഇൻ ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗവും ഈ മെഡിക്കൽ സയൻസും തമ്മിൽ ഒരു ചേർച്ചയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ശരിയല്ലേ? പക്ഷെ ഞാൻ പറയുന്നു കൺവെൻഷൻ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ആ പ്രസംഗം വളരെ ശരിയാണ്. എങ്ങനെയെന്ന് ഞാൻ തെളിയിക്കാം. പക്ഷേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു മെഡിക്കൽ സയൻസ് വളർന്നു കഴിയുമ്പോൾ മനുഷ്യർ ഇങ്ങനത്തെ കുടുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന്. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് അറിയാവുന്ന യഹോവയായ ദൈവം മെഡിക്കൽ സയൻസ് അറിയാൻ മേലാത്ത പടയാളിയെ കൊണ്ട് യേശുവിന്റെ വില്ലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുവാൻ പടയാളിയെ ദൈവം അനുവദിക്കും. വേദപുസ്തകം പറയുന്നു ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് യേശുവിന്റെ ചേംബർ ഓഫ് ഹാർട്ടിലുണ്ടായിരുന്ന റെസിഡ്യുവൽ ബ്ലഡ് ആയിരുന്നു എന്ന് വേണം കരുതാൻ. പടയാളി അത് യേശുവിന്റെ മരണം ഉറപ്പാക്കുവാനാണ് ചെയ്തതെങ്കിലും യഹോവയായ ദൈവം ജ്ഞാനികളുടെ കുടുക്കു ചോദ്യങ്ങളുടെ പഴുതടക്കുകയായിരുന്നു. അതല്ലെങ്കിൽ അന്നും ഇന്നുമുള്ള മനുഷ്യർ പറഞ്ഞേനെ റെസിഡ്യുവൽ ബ്ലഡിന്റെ ബലത്തിൽ യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന്. അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവന്റെ അവസാന തുള്ളി രക്തം വരെയും ചീന്തി തന്നു. അതേ സുഹൃത്തുക്കളെ, ദൈവവചനത്തെ വെല്ലുവാൻ ഒരു മെഡിക്കൽ സയൻസും ലോകത്തിലെ ഒരു അറിവും ഇന്നുവരെയും വളർന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹാർട്ടിൽ കിടന്ന അവസാന തുള്ളി രക്തവും ആ റിമൈനിങ് ബ്ലഡും ഒഴുകി പുറത്തേക്ക് വന്നു. ഇനി പറയൂ, കൺവെൻഷൻ പ്രസംഗർ പ്രസംഗിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ കൺവെൻഷൻ പ്രസംഗർ പ്രസംഗിക്കുന്നതും ശരിയാണ്, മെഡിക്കൽ സയൻസ് പറയുന്ന കാര്യവും ശരിയാണ്. കർത്താവായ യേശു മരിക്കുമ്പോൾ, when Jesus died, യേശു പ്രാണനെ വിടുമ്പോൾ, he gave his spirit, അവൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന്, to know whether he died or not. പടയാളികളിൽ ഒരു പ്രഗൽഭനായവൻ, and what a mighty man, അവൻ തന്റെ കുന്തം മറ്റൊരുവന് എറിഞ്ഞുകൊടുത്തു. and he gave that spear to other അവൻ ആ person, കുന്തവുമായി യേശുവിന്റെ അടുക്കൽ വന്നു. and he took that spear, യേശുവിന്റെ വിലാപ്പുറത്തോട് കുന്തം ചേർത്ത് വെച്ചു. and took it to the body of Jesus, ഒറ്റ കുത്തുകുത്തി, and he pierced it. അതിൽ വലിച്ചൂരുമ്പോൾ, and when it was removed, അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടൊഴുകി. blood and water fall out. ഇനി ആ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ല. no more a sprinkle of blood in that അവസാന body. രക്തം വരെ ഊറ്റിക്കൊടുത്തു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. He was hung between the heaven and അവൻ earth. ദൈവത്തിനും മനുഷ്യനും മധ്യേ തൂങ്ങി. He was hung between God and അവൻ man. പാപത്തിനും നീതിക്കും മധ്യേ തൂങ്ങി. And hung between sin and അവൻ righteousness. കൃപയ്ക്കും ന്യായപ്രമാണത്തിനും ഇടയിൽ തൂങ്ങി. Hung between grace and law. അവൻ പിതാവിനെ നോക്കി അലറി വിളിച്ചു, He cried to the Father, എലോഹീം Elohim, എലോഹീം Elohim, ലമ്മ സബക്താനി. Lama Sabachthani. എന്റെ ദൈവമേ, My God, എന്റെ ദൈവമേ, my God, നീ എന്നെ കൈവിട്ടതെന്താ? why? സ്നേഹത്തെ
എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാ പാപത്തെ, ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ, ദൈവമേ